എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വൈ മാർക്കോ ഈസ് നോട്ട് എ വയലന്റ് മൂവി. എന്തുകൊണ്ട് മാർക്കോ ഒരു വയലന്റ് മൂവി അല്ല? ഫസ്റ്റ് ഓഫ് ഓൾ ഐ ജസ്റ്റ് വാണ്ട് ടു സേ ദാറ്റ് മാർക്കോ ഈസ് എ ഫസ്റ്റ് ഓഫ് ഓൾ ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമയെ വയലന്റ് മൂവിയായി കാറ്റഗറി ചെയ്യുന്നതിനോട് തന്നെ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്കൊരു എന്താ പറയുക, അതിനൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയിലൂടെയാണ് സിനിമ എവോൾവ് ചെയ്യുന്നത്. ആ സ്റ്റോറിയിലൂടെയാണ് സിനിമേൻ്റെ വയലൻസ് വരുന്നത്. അപ്പൊ ഈ വയലൻസ് പെർട്ടിക്കുലർലി വരുന്നത് ആ സിനിമേന്റെ കണ്ടന്റ് നിന്നാണ്. അല്ലാണ്ട് വെറുതെ വയലൻസ് കാണിക്കുന്ന ഒരു ഫിലിം അല്ല മാർക്കോ. ആ സിനിമക്ക് ഒരു കഥയുണ്ട്. ആ കഥേന്റെ ബേസിലാണ് ഇങ്ങനെ ഒരു വയലൻസ് വരുന്നത്. അതായത് വയലൻസിന് വേണ്ടി വയലൻസ് ഉണ്ടാക്കുന്ന ഒരു മൂവി അല്ല. അത് വയലന്റ് മൂവി എന്ന് അവർ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാഗ് ലൈൻ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് എ എന്താ പറയാ വയലൻസിന് വേണ്ടി വയലൻസ് ഉണ്ടാക്കുന്ന ഒരു സിനിമയല്ല മാർക്കോ. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ്, നമ്മൾ എത്രയോ വയലൻസ് സിനിമകൾ കണ്ടിട്ടുണ്ട്. എത്ര വയലൻസ് സിനിമ എനിക്ക് മാർക്കോ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഗുഡ്. ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ഔട്ട് പടം വരുന്നുണ്ട് എന്നുള്ളത് ഇറ്റ് ഫീൽസ് ലൈക്ക് ഗ്രേറ്റ് ഫോർ മീ. ലൈക്ക് ഗുഡ്, ഇങ്ങനത്തെ സിനിമകൾ ഇന്ത്യൻ സിനിമയിലും വരുന്നുണ്ടല്ലോ. എനിക്കതൊരു സന്തോഷമാണ് നൽകുന്നത് മാർക്കോ പോലത്തെ സിനിമകൾ കാണുമ്പോൾ. അല്ലാണ്ട് എനിക്ക് ഒരിക്കലും തോന്നിയില്ല എന്ത് പടാണ് ഇത്, എന്ത് കുതിരപ്പടാന്ന്, ആർക്കാണ് ഈ സിനിമ കാണേണ്ടത്, എന്തിനാണ് ഇത്ര വയലൻസ്, എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വയലൻസ് സിനിമകൾ കാണുന്നുണ്ട്. ഇത് അധികവും ഇന്റർനാഷണൽ ഫിലിംസ് ആണ്. മനസ്സിലായി, ഇതിന്റെ 10 ഇരട്ടി വയലൻസ് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ മാർക്കൊന്ന് ഏഴ് അയലത്ത് പോലും ഇതിന്റെ ഒരു വയലൻസും ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വയലൻസ് പ്രൊമോട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. കാരണം എന്ന് വെച്ചാല് നമ്മുടെ റിയൽ സൊസൈറ്റിയിലേക്ക് നോക്കാം. നമ്മളുടെ ഇന്നത്തെ കാലത്തെ സൊസൈറ്റിയിൽ നോക്കിയാൽ ആ ഇന്നത്തെ കാലത്തെ സൊസൈറ്റിയിൽ നടക്കുന്ന വയലൻസ് എന്ന് വെച്ചാൽ സിനിമയെ പോലും വെല്ലുന്ന വയലൻസ് ആണ്. മനസ്സിലായില്ലേ? ഈ ഒരു കണക്കിന് സിനിമ ഈസ് കൈൻഡ് ലൈക്ക് എ റിഫ്ലക്ഷൻ ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ പറഞ്ഞ സിനിമ എന്ന് വെച്ചാൽ. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ പറയുന്ന വയലൻസും. നമ്മളിങ്ങനെ വയലൻസ് പരിപോഷിപ്പിക്കുന്നതല്ല, സൊസൈറ്റിയിലുള്ള ഒരു വയലൻസിനെ അതിന്റെ ഒരു ഇൻസ്പിറേഷന്റെ ഭാഗമായിട്ട് സിനിമയിൽ ഒരു ഇൻസ്പിറേഷന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു രീതിയിൽ ഒരു വയലൻസ് സിനിമയിൽ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വെറുതെ അടിവടി വയലൻസ് അല്ല. സോ ദ തിങ് ഈസ് ദാറ്റ് പീപ്പിൾ ആർ കോളിങ് ഇറ്റ് ലൈക്ക് ഇത് യൂത്തിന്റെ മേലെ ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. കുട്ടികളെല്ലാം ഇത് കണ്ടിട്ട് ഭയങ്കര അടിപിടി ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയെ കാണാനും ജീവിതമായി കാണാനും പഠിക്കണം. അല്ലാണ്ട് സിനിമയിൽ കാണുന്ന കാര്യങ്ങൾ അതേപടി ജീവിതത്തിൽ അനുകരിക്കാൻ നോക്കിക്കൂടാ. അത് ഏറ്റവും വലിയ ബുൾഷിറ്റ് ആണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എവറിത്തിങ് ഇസ് എ ഫിലിം. ആനിമൽ പോലത്തെ സിനിമ പോലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ ഫിലിം. അതിന് അതിൻ്റെതായ രീതിയിൽ മാത്രമേ കാണാൻ പറ്റൂ. അതൊക്കെ അത് സമൂഹത്തിന് ഒരു സിനിമ എന്ന് പറയുന്ന സമൂഹത്തിന് അതിൻ്റെതായ ഇമ്പാക്ട് ഉണ്ടാവുമെങ്കിൽ പോലും the thing is that ultimately what we are all creating is an art form. മനസ്സിലായില്ലേ? ഓക്കെ, ഇത് നല്ല ആർട്ടാണ്, മോശം ആർട്ടാണ്, അങ്ങനെയൊന്നും ഇല്ല. ആർട്ട് എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. സമൂഹത്തിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ എല്ലാ കാര്യങ്ങളുടെയും ഒരു റിഫ്ലക്ഷൻ ആണ് ഈ ആർട്ട് എന്ന് വെച്ചാൽ. ഫിലിം ഇസ് എൻ ആർട്ട്. അതുപോലെ വയലൻസ് എന്ന് വെച്ചാൽ വൺ ഓഫ് ദ വേ ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് ദ സൊസൈറ്റി ആൻഡ് വൺ ഓഫ് ദ വേ ഇറ്റ്സ് എൻ ആർട്ട് ഫോം. മനസ്സിലായില്ലേ? സോ ദാറ്റ്സ് വി ആർ ജസ്റ്റ് പൊർട്രേറ്റിംഗ്. അതായത് സിനിമയിൽ ഇങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല വയലൻസ് നല്ലതാണെന്ന് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഗിവിങ് എൻ ഐഡിയ. അതായത് ഇതാണ് വയലൻസ്, ഇങ്ങനെയാണ് വയലൻസ്. സോ അത് നല്ലതാണോ മോശമാണോ എന്ന് ഓഡിയൻസിന് തീരുമാനിക്കാം. വയലൻസ് നല്ലതാണോ മോശമാണോ എന്ന്. അതൊരു വയലൻസിന്റെ ഒരു പിക്ചർ മാത്രമേ നൽകുന്നുള്ളൂ വയലന്റ് ഫിലിം. അങ്ങനെ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ഫിലിംസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ലൈക് മാർക്കോൽ അങ്ങനെ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് ആ ഒരു കഥക്ക് വയലൻസ് ഈസ് വെരി നെസസറി ഫോർ ദാറ്റ് ഫിലിം. ആ കഥേന്റെ ആ ഒരു സിനിമേന്റെ കഥക്ക് വയലൻസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം എന്ന് വെച്ചാൽ മാർക്കോന്റെ ബ്രദറിനെയാണ് അതിൽ കൊല്ലുന്നത്. മാർക്കോന്റെ ബ്രദറിനെ കൊന്നാലും മാർക്കോ അതായത് ബ്രദറിനെ പോലെ കരുതുന്ന അവന്റെ അനിയനെ പോലെ കരുതുന്ന ആ വ്യക്തിയെ കൊല്ലുമ്പോഴാണ് മാർക്കോക്ക് ഭയങ്കര ദേഷ്യം വരുന്നത്. സോ ഓൾറെഡി നമ്മൾ ആ ഒരു അനിയനെ പോലെ കരുതുന്ന ഒരു വ്യക്തിനെ കൊന്നാൽ അത്രയധികം ദേഷ്യം എന്തായാലും ഉണ്ടാവും. അപ്പൊ മാർക്കോ പോലുള്ള ഒരു വില്ലൻ ക്യാരക്ടറിന് കൂടുതൽ ദേഷ്യം ഉണ്ടാവും. അപ്പൊ ആ ഒരു റിവഞ്ചാണ് ഈ മാർക്കോ ഈ സിനിമയിലൂടെ ചെയ്യുന്നത്. അതാണ് ഇതിന്റെ സ്റ്റോറി. ആ സ്റ്റോറിക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എല്ലാവരും വയലന്റ് മൂവി. ഈ ഒരു കഥയുണ്ട്. തന്റെ അനിയനെ ആസിഡിൽ മുക്കി കൊന്നു. അപ്പൊ പിന്നെ മാർക്കൊക്കെ ഓട്ടോമാറ്റിക്കലി ദേഷ്യം ഉണ്ടാവുമല്ലോ. ആൾക്കാരെ കൊല്ലണം എന്നുള്ള ദേഷ്യം ഉണ്ടാവുമല്ലോ, ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ഇല്ലാണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന് അത്ഭുതമുള്ളൂ. അപ്പൊ മാർക്കോ ഓൾറെഡി ഒരു വില്ലനാണ്. ഇത് എന്താ പറയാ, വളരെ ഡാർക്ക് ഷെയ്ഡ് ക്യാരക്ടേഴ്സിലുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ പറയുന്ന എന്താ പറയാ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ ഓട്ടോമാറ്റിക്കലി മാർക്കോ വിൽ ഗെറ്റ് വയലന്റ്. അതുകൊണ്ട് തന്റെ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കോ വയലൻസ് കാണിക്കുന്നത്. ആ ഒരു വയലൻസ് കുറച്ച് കൂടിപ്പോയി ഒരു എക്സ്ട്രീം ആയതേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ജസ്റ്റിഫൈഡ്. ഇറ്റ് ക്യാൻ ബി ജസ്റ്റിഫൈഡ് ബിക്കോസ് ആ സ്റ്റോറി അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. That's what I'm saying. So violence is not kind of like എന്താ പറയാ, വെറുതെ സിനിമകൾ വയലന്റ് ഫിലിം ആക്കുന്നതല്ല. ആ സിനിമക്ക് ഒരു കഥയുണ്ടാവും. ഇപ്പൊ ഓൾഡ് ബോയ് എന്ന് പറയുന്ന സിനിമ, പീപ്പിൾ ആർ കോളിംഗ് ഇറ്റ് ലൈക്ക് വയലന്റ് ഫിലിം. ആ സിനിമയിൽ ഒരു വയലൻസ് ഉണ്ട്, പക്ഷെ ആ വയലൻസ് പോലും ആ സിനിമേന്റെ കണ്ടന്റിന്റെ ബേസിൽ ഉണ്ടായ ഒരു വയലൻസ് ആണ്.
എവറി വയലന്റ് മൂവി ഐ തിങ്ക് ദാറ്റ് വൺ ഓർ വേ ഹാസ് എ സ്റ്റോറി ടു ടെൽ. അതുകൊണ്ടാണ് അതൊരു ഒരു വയലന്റ് മൂവിയായി മാറുന്നത്. I don't think that people make movies just for the cause of making a violent movie. വയലന്റ് മൂവി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വയലന്റ് സിനിമ നിർമ്മിക്കുക ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം അങ്ങനത്തെ ഒരു സിനിമ നിർമ്മിച്ചാൽ അതിനൊരു പ്രാധാന്യമില്ല. ഇപ്പൊ നമ്മളൊരു ആക്ഷൻ പടം, ഒരു മാസ് പടം, എത്ര ഒരു ആക്ഷൻ പടം അല്ലെങ്കിൽ മാസ് പടം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു മാസ് ആക്ഷൻ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ വേണം. വെറുതെ രണ്ടാൾക്കാർ തമ്മിൽ തല്ലിയിട്ട് കാര്യമില്ല. അത് എന്തുകൊണ്ട് തല്ലുന്നു, എന്തിനു വേണ്ടി തല്ലുന്നു, ആ ഒരു തിരക്കഥ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതന്നെയാണ് വയലൻസിന്. വെറുതെ വയലൻസ് കാണിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വെറുതെ വയലൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെയർ യു പ്രൊമോട്ട് വയലൻസ്. അപ്പോഴാണ് അതൊരു ഡേഞ്ചർ ഇമ്പാക്ട് സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത്. അല്ലാണ്ട് ഒരു കഥയിൽ വയലൻസ് എവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ കഥേന്റെ നെസസിറ്റി ആണ്. സോ ഇറ്റ് ഹാസ് ടു ബി ഷോൺ ആൻഡ് ദാറ്റ്സ് ഇറ്റ്. That's why I'm saying like Marco is not like kind of like a big violent movie. It's not a big violent movie at all. I don't think at all. I'm great that ഇങ്ങനത്തെ പടങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. I'm grateful. ഇങ്ങനത്തെ പടങ്ങൾ ഇനിയും വരണം എൻ്റെ അഭിപ്രായത്തിൽ. അതിന്റെ എന്താ പറയാ, പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഐ എം നോട്ട് മേക്കിംഗ് എനി മോർ മാർക്കോവത്ത് സിനിമകൾ നിർമ്മിക്കൂലാണ്. ഐ ഡോണ്ട് നോ മാൻ. ഐ മീൻ ലൈക്ക് ഹു ആർ ദേ ഫിയറിങ്? ആരെയാണ് ഈ പേടിക്കുന്നത്? സിനിമകൾ എന്തായാലും സിനിമകൾക്ക് വേണ്ടി നിർമ്മിക്കണമല്ലോ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എവറിത്തിങ് ഇസ് എ ഫിലിം. അത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഫിലിമിനെ ഫിലിമായി കാണാനുള്ള ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. അല്ലാണ്ട് ഈ കുട്ടികളുടെ മേലെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് മാർക്കോ പോലെയുള്ള സിനിമകൾ ഐ ഡോണ്ട് നോ. കുട്ടികളെ സിനിമ കണ്ടിട്ടാണോ പഠിക്കുന്നത് ജീവിതം? ജീവിതം എന്നെല്ലാം പറയുന്നത് ഒരു വ്യത്യസ്ത സംഭവമാണ്. അത് സിനിമയും ജീവിതവും തമ്മിൽ അങ്ങനെ ഒരു ഇന്റർ കണക്ട് ചെയ്യുമോ? അത്ര പൊട്ടന്മാരാണോ ഇന്നത്തെ കുട്ടികൾ? ഐ ഡോണ്ട് നോ മാൻ. സോ യാ, ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ആൻഡ് മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ്.